ഗർഭിണികൾ ആദ്യത്തെ 3 മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായും അവസാനത്തെ മാസമുറ തെറ്റുന്നത് മുതൽ 14ാമത്തെ ആഴ്ച വരെയുള്ള ദിവസങ്ങൾ. ഈ സമയത്താണ് കുഞ്ഞും അമ്മയും ഒരുപോലെ പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഛർദി, നെഞ്ചെരിച്ചിൽ, ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് എന്നിവയാണ് ഇവയിൽ കോമൺ ആയിട്ട് കാണപ്പെടാറുള്ള അസ്വസ്ഥതകൾ. പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത് കാരണം ഗർഭിണികൾ ഈ സമയത്ത് വളരെ ക്ഷീണിതരും ഉത്സാഹക്കുറവും അനുഭവപ്പെടാറുണ്ട്. പ്രഗ്നൻസിയുടെ 6 മുതൽ 8 ആഴ്ചകളിൽ കുഞ്ഞ് ഒരു പൊടി വലുപ്പത്തിലേ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്തു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. ഈ സമയങ്ങളിൽ അമ്മയ്ക്ക് ശാരീരിക ക്ഷീണം വളരെ കോമൺ ആയി കാണപ്പെടാറുണ്ട്. പിന്നെ അധികമായി കാണപ്പെടാറുള്ള ഒരു ലക്ഷണമാണ് നെഞ്ചെരിച്ചിൽ അഥവാ ഹാർട്ട് ബേൺ. സ്റ്റൊമക്കും ഫുഡ് പൈപ്പായ ഈസോഫാഗസും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഭാഗത്തുള്ള വാൾ ഹോർമോണൽ എഫക്റ്റ് കാരണം ലൂസ് ആവുകയും സ്റ്റൊമക്കിൽ നിന്ന് ആസിഡ് തിരിച്ചു കയറുകയും ചെയ്യുന്നത് കാരണമാണ് ഈ ഹാർട്ട് ബേൺ ഉണ്ടാവുന്നത്. ഇത് കൺട്രോൾ ചെയ്യാൻ ഗർഭിണികൾ ഇടയ്ക്കിടെ ചെറിയ തോതിൽ ഭക്ഷണം കഴിക്കുക. സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് മാക്സിമം ഒഴിവാക്കുക. ഫ്രൈഡ് ഫുഡ്സ്, ചോക്ലേറ്റ് എല്ലാം ഈ സമയത്ത് അധികം കഴിക്കാതിരിക്കുക. പിന്നെ വരുന്ന പ്രധാന ലക്ഷണമാണ് ഛർദി. ഇതും ഹോർമോൺ ചേഞ്ച് കാരണം ഉണ്ടാകുന്നതാണ്. HCG ഹോർമോൺ കൂടുമ്പോൾ ആണ് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. പ്രത്യേകം ചില സ്മെൽസ് അല്ലെങ്കിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഈ ഛർദി വരാൻ കാരണമാകുന്നു. അത് ഓരോ വ്യക്തിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ചോറ് വാർക്കുന്ന സ്മെല്ലായിരിക്കും, ചിലർക്ക് സ്വന്തം ഭർത്താവിൻ്റെ സ്മെല്ലായിരിക്കും. ഇതെല്ലാം ശരീരത്തിൽ HCG ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അൺകംഫർട്ടബിൾ ആകുന്ന ഈ സ്മെല്ല് തിരിച്ചറിഞ്ഞ് അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് ഛർദി ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. ഇലവർഗ്ഗങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ സമയത്ത് കഴിക്കുക. കാർബോഹൈഡ്രേറ്റ്, ഫൈബർ റിച്ച് ഫുഡ്സ്, അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ, ഫോർ എക്സാമ്പിൾ ആപ്പിൾ തൊലിയോടുകൂടി കഴിക്കുക. അല്ലെങ്കിൽ സ്ട്രോബെറീസ്, ബനാന, ഓറഞ്ച്. വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ക്യാരറ്റ് വളരെ നല്ലതാണ്. മധുരക്കിഴങ്ങ്, ബ്രൗൺ റൈസ്, ഓട്സ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ആൽമണ്ട്സ് ഇവയൊക്കെ ക്രമത്തിൽ കഴിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ നമ്മൾ ആഹാരം ക്രമീകരണമായി കഴിക്കുക. ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത് മറ്റ് അസ്വസ്ഥതകളിലേക്ക് വഴിമാറും. അതുകൊണ്ട് മിതമായ രീതിയിൽ പല തവണകളായി കഴിക്കുക. കൂടാതെ വെള്ളം നന്നായി കുടിക്കുക. എപ്പോഴും നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. ഇഞ്ചി അടങ്ങിയ ഭക്ഷണം കോൺസ്റ്റിപ്പേഷൻ, മനം പുരട്ടൽ, ഛർദി എന്നീ അവസ്ഥകളിൽ ആശ്വാസം നൽകുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മാസമുറ തെറ്റിയ 10 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ചിലർക്ക് ഏർലി സ്റ്റേജിൽ തന്നെ നല്ല കെയർ കിട്ടേണ്ട അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആണെന്ന് കിറ്റ് വെച്ച് കൺഫേം ചെയ്ത് 1-2 മാസം കഴിഞ്ഞ് കാണിക്കാം എന്ന് വിചാരിച്ച് നിൽക്കരുത്. നിങ്ങളുടെ കംപ്ലീറ്റ് ഹെൽത്ത് ഇഷ്യൂ, മുന്നേ ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ, ഹെറിഡിറ്ററി ഹിസ്റ്ററി എന്നിവ എല്ലാം ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക. അതുകൂടാതെ ഡോക്ടർ ഒരു സ്കാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. അതായത് ആദ്യത്തെ സ്കാൻ. ഈ സ്കാൻ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിൻ്റെ ലൊക്കേഷൻ തിരിച്ചറിയാനാണ്. അതായത് ഗർഭപാത്രത്തിൽ അകത്ത് തന്നെയാണോ, പിന്നെ അതായത് ട്യൂബിനുള്ളിൽ ചില സമയത്ത് കുഞ്ഞ് വളരാറുണ്ട്. അത് കുറച്ച് അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്കാനിൽ കുഞ്ഞിൻ്റെ ലൊക്കേഷൻ തിരിച്ചറിയുക. പിന്നെ കുഞ്ഞ് ട്വിൻസാണോ അതോ എത്രത്തോളം വളർച്ച എത്തി എന്നീ കാര്യങ്ങൾ തിരിച്ചറിയാൻ ആദ്യത്തെ സ്കാന് വരുന്നുണ്ട്. ആ സ്കാനിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് മിക്കപ്പോഴും ഡോക്ടർ ഡെലിവറി ഡേറ്റ് കണക്ക് കൂട്ടുന്നത്. ലാസ്റ്റ് പീരീഡ് ഡേറ്റിനോട് 9 മാസമോ 9 ദിവസവും കൂട്ടിയാൽ കിട്ടുന്ന ഡേറ്റാണ് EDD അഥവാ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത്. എന്നാൽ ഈ ഡേറ്റിൽ വെറും 5% സ്ത്രീകളെ പ്രസവിക്കാറുള്ളൂ. ഈ ഡേറ്റ് വളർച്ച കണക്കാക്കാനുള്ള കാൽക്കുലേഷൻ എന്ന് മാത്രമേ കണക്കാവൂ.
ഈ ഡേറ്റ് അധികം പേർക്കും മുന്നോട്ടും പിന്നോട്ടും പോവാം. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയുടെ വേഗത അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ സ്കാൻ കഴിയുന്തോറും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഡെലിവറി ഡേറ്റ് ഡോക്ടറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. 11 ആഴ്ച മുതൽ 14ാമത്തെ ആഴ്ച വരെയുള്ള സമയത്താണ് പ്രധാനമായി ഒരു സ്കാൻ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട NT സ്കാൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ സ്കാൻ കുഞ്ഞിൻ്റെ ജനിതക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡൗൺ സിൻഡ്രോംസ് എന്ന് പറയുന്ന മാനസിക വൈകല്യം അല്ലെങ്കിൽ ആ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ള കുട്ടികളെ പറ്റി കണ്ടെത്താനാവുന്നതാണ്. ബ്ലഡ് ടെസ്റ്റും അതിനോടനുബന്ധിച്ച് നടത്താറുണ്ട്. പ്രത്യേകിച്ച് 30 വയസ്സ് മുകളിൽ ഉള്ളവർക്ക് കുറച്ചെങ്കിലും ഇങ്ങനെ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. വളരെ ചെറിയൊരു ശതമാനം കുട്ടികളിലാണ് ഇങ്ങനെ കാണാറുള്ളത്. പ്രത്യേകിച്ച് അവരുടെ ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട് കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ്. ഫാമിലിയിൽ ഉണ്ടെങ്കിലാണ് ഇതിന് ചാൻസ് ഉണ്ടാവാറുള്ളത്. ഗർഭിണികൾ ഈ സമയത്ത് കഴിക്കുന്ന ചില മെഡിസിൻസ് ഡോക്ടറിനെ കണ്ട് മോഡിഫൈ ചെയ്യേണ്ടതാണ്. അതായത് പ്രത്യേകിച്ച് പ്രഷർ, ഡയബറ്റീസ് അതിനെല്ലാം മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അത് ഡോക്ടറുമായി കൺസൾട്ട് ചെയ്തിട്ട് ആദ്യമേ അതിനെക്കുറിച്ചൊരു വിവരണം ഡോക്ടർക്ക് നൽകേണ്ടതാണ്. ഡയബറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പ്രഗ്നൻറ്റ് വുമൺ തീർച്ചയായും ഡോക്ടറിനെ അത് അറിയിക്കുക. പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്നത് ഇന്ന് കോമണായി വരുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിനെ ഭയക്കേണ്ടതില്ല. എന്നാൽ പ്രോപ്പർ ഫുഡ് കൺട്രോൾ ആൻഡ് മെഡിസിനിൽ കൂടി ഇത് നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതാണ്. ഇല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ സമയത്ത് കഠിനമായ വ്യായാമം ഒഴിവാക്കുക. ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നല്ലത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത് ആദ്യത്തെ 3 മാസത്തിനെയാണ്. എന്നാൽ അമിതമായ റെസ്റ്റും പാടില്ല. ഇത് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടാക്കുന്നു. വാക്കിംഗ് ഒരു നല്ല എക്സസൈസാണ്. അത് മനസ്സിന് ഒരാശ്വാസം നൽകുകയും ചെയ്യും. സാധാരണയായി വിറ്റാമിൻ സപ്ലിമെൻറ്റ്സ് ആണ് ആദ്യത്തെ 3 മാസം ഗർഭിണികൾക്ക് നൽകാറുള്ളത്. വളരുന്ന സെൽസിന് ഫോളിക് ആസിഡ് വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ മെഡിസിൻസ് കഴിക്കാവൂ. കാരണം ഓരോ പ്രഗ്നൻസിയും ഡിഫറൻ്റ് ആണ്. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ഫ്രം സൺറൈസ് ഫാമിലി.